ശ്രീയേട്ടാ, നിങ്ങളൊന്ന് പറ. ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. അല്ല ഗൗരി, ഞാൻ തന്നെ പറയണോ? നിനക്ക് പറഞ്ഞ പോരെ? എനിക്ക് പേടിയടി. ഇങ്ങനൊരു മനുഷ്യൻ എന്റെ മനുഷ്യ, അത് നമ്മുടെ മോനാണ്, അല്ലാതെ വേറെ ആരും അല്ലല്ലോ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചേനെ. പക്ഷെ നമ്മുടെ മോനോട് പോയി ചോദിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ അവൻ പിടിച്ച് പുഴുങ്ങി തിന്നില്ല. പിന്നെ അവനോട് പൈസയല്ലല്ലോ ചോദിക്കാൻ പറഞ്ഞത്, കല്യാണം കഴിക്കാനല്ലേ? അതെ, അത് തന്നെയാണ് പ്രശ്നം. അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അവനോട് പോയി ചെയ്യാൻ പറഞ്ഞാ അവന്റെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം തന്തയാണെന്ന് പോലും നോക്കില്ല, ചിലപ്പോ പിടിച്ച് തിന്നുകളയും. ഇത് ശ്രീധരൻ, ഭാര്യ ഗൗരി, രണ്ടുപേരും റിട്ടയർഡ് അധ്യാപകരാണ്. ഇവർക്ക് 2 ആൺകുട്ടികൾ, വേദാന്ത് എന്ന വേദു, വിഹാൻ എന്ന വിച്ചു. വേദാന്ത് ഒരു വലിയ ബിസിനസ്സുകാരനാണ്. വയസ്സ് 30, വിഹാനെ 28 ആവാൻ. അവനൊരു അധ്യാപകനാണ്. ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേദാന്തിന്റെ വിവാഹകാര്യമാണ്. എന്നാൽ അവനോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആ വീട്ടിൽ ആർക്കും ധൈര്യമില്ല. കാരണം ആള് ഭയങ്കര കട്ടക്കലിപ്പനാണ്. വേദാന്തിന് ഈ ലോകത്ത് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യമാണ് കല്യാണം. എന്നാൽ അവനെ വിവാഹം കഴിപ്പിച്ച് അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണ് അച്ഛനും അമ്മയും. വിഹാൻ 28 വയസ്സ് കഴിയുന്നതിന് മുൻപേ വിവാഹം കഴിച്ചേ പറ്റും, അല്ലെങ്കിൽ പിന്നെ 38 വയസ്സിലെ നടക്കും. എന്നാൽ ചേട്ടന്റെ വിവാഹം കഴിയാതെ തന്റെ വിവാഹം കഴിക്കില്ലെന്ന് വരെ ഒരേ വാശിയിലാണ് വിഹാനും. 2 മക്കളെയും ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്നത് ഈ പാവം അച്ഛനും അമ്മയും. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എന്നാ നിങ്ങൾ പറയണ്ട, ഇവൻ പോയി പറയട്ടെ. ഇനി ഞാൻ നോക്കിയിട്ട് ഇതേയുള്ളൊരു വഴി. ഞാനോ? ചേട്ടനോട് ചേട്ടന്റെ കല്യാണക്കാരി ഞാൻ പോയി പറയണോ? അയ്യടാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എനിക്ക് ജീവിക്കാൻ ആശയുണ്ട്. എന്റെ ജീവനോടെ കെട്ടിത്തൂക്കുന്നത് അമ്മയ്ക്ക് കാണണമെങ്കിൽ ഞാൻ പോകാം, അല്ലെന്നാണെങ്കിൽ ഞാൻ പോവില്ല. നീ അവന്റെ പുന്നാര അനിയനല്ലേ? നീ പറഞ്ഞവൻ കേൾക്കും. കേൾക്കും. പക്ഷേ അമ്മ ഒന്നോർത്തു, ചേട്ടനെ ഒന്നല്ല 2 ചെവികളുണ്ട്. ഒരു ചെവിയിൽ കൂടെ കേട്ടാ മറു ചെവിയിലൂടെ കളയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്നും ചേട്ടൻ കേൾക്കാൻ പോണില്ല. അതുകൊണ്ട് ഞാൻ പറയത്തൂല്ല. എന്റെ പൊന്നു മോനെ, അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കടാ. എന്റെ അമ്മേ, എനിക്ക് പേടിയാ. ഏട്ടന്റെ സ്വഭാവം അറിയാലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കയ്യിൽ കിട്ടുന്നത് കൊണ്ട് തലക്കിട്ട് അടിക്കുക സ്വഭാവ. അതുകൊണ്ട് ഞാൻ പോവില്ല. ഏട്ടന് ഇഷ്ടമില്ലാത്ത കാര്യം ഇന്നോളം ചെയ്തതായി അമ്മ കണ്ടിട്ടുണ്ടോ? എന്നാ വേണ്ട, ഒരു കാര്യം ചെയ്യാം. എന്റെ 2 മക്കളും കല്യാണം കഴിക്കണ്ട, ഇവിടെ എങ്ങനെ ഇരുന്നോ, അച്ഛനും അമ്മയ്ക്കും കൂട്ടായിട്ട്. ഗൗരി വേദനയോടെ പറഞ്ഞു. അത് കണ്ട് ശ്രീധരനും വിഹാനും ഒരുപോലെ സങ്കടം തോന്നി. പാവം, ഏറെ നാളത്തെ ആഗ്രഹമാണ് ഞങ്ങളുടെ വിവാഹം. ഏട്ടനാണെങ്കിൽ ഇങ്ങനെ, എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നാലും കുഴപ്പമില്ല, അമ്മയ്ക്ക് വേണ്ടി ചേട്ടനോട് സംസാരിച്ചേ പറ്റൂ. വിഹാൻ ധൈര്യം സംഭരിച്ച് വേദാന്തിന്റെ മുറിയിലേക്ക് കയറി ചെന്ന് അവിടെ കട്ടിലിന് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വേദാന്ത്. എന്റെ ദൈവങ്ങളെ, എന്നെ കാത്തോണേ. ചെറിയൊരു പേടിയുടെ വിഹാൻ അവന്റെ അരികിലേക്ക് നടന്നു. ഹേട്ടായി, കോഫി. വേദാന്ത് തല ഉയർത്തി നോക്കി. അവിടെ 32 പല്ലും കാണിച്ച് ചിരിക്കുകയാണ് വിഹാൻ. വേദുവിന്റെ ഗൗരവത്തോടെയുള്ള നോട്ടം കണ്ടതും വിഹാന്റെ ചിരി പതിയെ മാഞ്ഞു തുടങ്ങി. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ? കോഫി വേണമെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. വേണ്ട, എന്റെ അനിയൻ ഇത്രയും ദൂരം കൊണ്ടുവന്നതല്ലേ, ഞാൻ കുടിച്ചോളാം. കോഫി വേദുവിന്റെ കയ്യിൽ കൊടുത്ത് വിഹാൻ വേദുവിന്റെ അരികിലേക്ക് പതുക്കിയിരുന്നു. വേദു അത് ഇടം കണ്ണാലെ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരുന്നു. അവൻ ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധിച്ചു. ഏട്ടായി, ഞാനൊരു കാര്യം പറഞ്ഞാ ചൂടാകുമോ? ചൂടാവേണ്ട കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചൂടാവും. എന്റെ ദൈവമേ, വടി കൊടുത്ത് അടി വാങ്ങുന്ന അവസ്ഥയിലാവുമോ ഞാന്? വിഹാൻ മനസ്സിൽ പറഞ്ഞു. എന്തായാലും പറഞ്ഞേക്കാം. ഏട്ടാ, അമ്മ ഇന്നലെ നമ്മളെ 2 പേരെയും ജാതകം കൊണ്ടുപോയി നോക്കിയിരുന്നു. എനിക്കിപ്പോ 28 വയസ്സായില്ലേ, ഏട്ടന് 30 വയസ്സും. വേറൊന്നുമല്ല, എനിക്ക് 28 വയസ്സ് കഴിയുന്ന മുന്നേ വിവാഹം നടക്കണം, അല്ലെങ്കിൽ പിന്നെ 38ാമത്തെ വയസ്സിലേ നടക്കുള്ളൂ. അപ്പോ അമ്മ പറഞ്ഞു എന്റെ വിവാഹം നേരത്തെ നടത്തണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ആദ്യം ഏട്ടന്റെ വിവാഹം നടക്കട്ടെ, എന്നിട്ട് എന്റെ വിവാഹം നടന്നാ മതിയെന്ന്. എഴുന്നേൽക്കടാ. വേദുവിന്റെ അലർച്ചയുള്ള ആട്ടുകേട്ടതും വിഹാൻ ഇരുന്നിടത്തതും ചാടി എഴുന്നേറ്റു. അവന്റെ മുഖം കാണതും വിഹാൻ കിടകിട വിറയ്ക്കാൻ തുടങ്ങി. ഏട്ടാ, ഗെറ്റ് ഔട്ട്. ഏട്ടാ, ഞാനൊന്ന് പറയട്ടെ? നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ്. ഏട്ടാ പ്ലീസ്. ലുക്ക്, നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ആയിക്കോ, പക്ഷെ അതിലേക്ക് എന്നെ വെറുതെ വലിച്ചിടരുത്. ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലെന്ന്. ഏട്ടൻ പിന്നെ എന്താ വിചാരിച്ചിരിക്കുന്നേ? ജീവിതകാലം മുഴുവനും ബിസിനസ് എന്നും പറഞ്ഞ് നടക്കാൻ പോവാണോ? അത് എൻ്റെ ഇഷ്ടമാണ് വിച്ചു, ഞാൻ സമ്മതിക്കില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഏട്ടൻ വിവാഹത്തിന് സമ്മതിക്കണം. പ്ലീസ് ഏട്ടാ. ഒന്നുമില്ലെങ്കിലും ഞാൻ ഏട്ടൻ്റെ ഒരേ ഒരു അനിയനല്ലേ.
നിറഞ്ഞ കണ്ണോടെ പറയുന്ന വിച്ചുവിനെ കണ്ട ഒരു നിമിഷം വേദുവിന്റെ മനസ്സ് ചെറിയ നോവ് തോന്നി. അവൻ പതുക്കെ എഴുന്നേറ്റ് വിച്ചുവിന്റെ അടുത്ത് ചെന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വിച്ചു, ഏട്ടന് വിവാഹം എന്നൊരു കാര്യം മാത്രം താല്പര്യമില്ല. വേറെ എന്തും മോൻ എന്നോട് പറയാം. ഈ ഒരു കാര്യം മാത്രം ഒഴിച്ചു. എന്തിന്റെ കുറവേട്ടാ ഈ വീട്ടില്? എല്ലാം കൊണ്ടും ഇനി ഈ വീട്ടിൽ വേണ്ടത് ഒരു വിവാഹമാണ്. എനിക്ക് വേറെ ഒന്നും ഏട്ടനോട് പറയാനില്ല. വിച്ചു, ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് നിന്നെപ്പോലെ ജാതക പ്രശ്നമൊന്നുമില്ല. എനിക്ക് എപ്പോൾ വേണമെങ്കിലും കേട്ടാ. പക്ഷേ നീ അങ്ങനെയല്ല. ഈ ഒരു വർഷം കൂടി കഴിഞ്ഞ പിന്നെ ഒരു ജീവിതം നിനക്കില്ല. അതുകൊണ്ട് കൂടി പറയാം, എൻ്റെ മോൻ എന്നെ വീട്ടേക്ക്. നിന്റെ ജീവിതം നോക്ക്. എന്നാലും ഏട്ടാ, ഏട്ടനിപ്പം 30 വയസ്സാണ്. വയസ്സ് കൂടുന്നതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? വയസ്സ് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അത് നിനക്ക് അറിഞ്ഞുകൂടെ? എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിന്റെ കാര്യമാണ്. എത്രയും വേഗം നീ വിവാഹം കഴിക്കുക. ഇനി കാര്യവുമായി കോഫിയും ചായയും കൊണ്ട് എൻ്റെ മുറിയിലോട്ട് വരാൻ നിൽക്കണ്ട, മനസ്സിലായോ? വായ തുറന്ന് പറയടാ. ശരി ഏട്ടാ. വിച്ച് തിരിച്ചു നടന്നു. അവനെ കണ്ട് ഗൗരി ശ്രീധരനും ചോദിച്ചു, എന്തായി മോനെ, അവ സമ്മതിച്ചാ? സമ്മതിച്ചു. പക്ഷേ ചേട്ടന്റെ കല്യാണത്തിനല്ല, എൻ്റെ കല്യാണത്തിന് സമ്മതിച്ചു. എന്നോട് പോയി കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഏട്ടനെ കെട്ടിക്കാൻ നടക്കണ്ടെന്നും പറഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യുക ഗൗരി? എന്ത് ചെയ്യാൻ? അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇവനെ നടക്കട്ടെ. ഇനി നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോടാ? ഏയ് ഇല്ലമ്മേ. അമ്മേ, എനിക്കൊരു ഡൗട്ട്. എന്താ? ചേട്ടൻ കുട്ടിക്കാലത്ത് വല്ല മയക്കുമെടുത്ത് വിഴുങ്ങിയിട്ടുണ്ടോ? ഇല്ല. എന്തേ നീ അങ്ങനെ ഒരു സംശയം ചോദിച്ചത്? പിന്നെ എന്തിനാ അങ്ങേര് ആനയെപ്പോലെ അലർന്നത്? അവന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? സത്യം പറഞ്ഞാ ഇങ്ങനെ കിടന്ന പെണ്ണിന്റെ കഷ്ടകാലമാണെന്ന് പറയാം. ആ പെണ്ണിന്റെ ചെവി അടിച്ചു പോകാതിരുന്നാ മതി. കല്യാണം കഴിക്കാത്ത എനിക്ക് എവിടെ നടാ ഒരു പെണ്ണ് വരുന്നേ? പിന്നിൽ നിന്നും വേദുവിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് 3 പേരും വിറച്ചുപോയി. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ചേട്ടൻ എന്തിനാ അതെങ്ങനെ ഒച്ച വയ്ക്കുന്നത്? അമ്മേ, ഇവൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇവന്റെ വിവാഹം ആദ്യം നടക്കട്ടെ. ഈ വർഷം തന്നെ നടന്നിരിക്കണം മോനെ. എന്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഇപ്പം വേണ്ട. എനിക്ക് ഇവന്റെ കാര്യമാ വലുത്. എനിക്കിനി സമയം കിടക്കല്ലേ. അമ്മ വല്ല പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതോ നമുക്ക് മാട്രിമോണിയിൽ നോക്കണോ? വേണ്ട മോനെ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല പെൺകുട്ടിയാ. അവളെ നിനക്ക് വേണ്ടി ആലോചിക്കാന്നാ ഞാൻ കരുതിയത്. ഇപ്പോ നിനക്ക് വേണ്ടാത്ത സ്ഥിതിക്ക് ഇവനിരിക്കട്ടെ. അത് വേണ്ട. ഏട്ടന് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണ് ഏട്ടനുള്ളതാ. എനിക്ക് വേറെ മതി. അതുവരെ ആ പെൺകുട്ടിക്ക് കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല. മാത്രല്ല, അതിനാണെങ്കിൽ വയസ്സ് 23 അതിന്റെ വിവാഹം എത്രയും വേഗം നടത്തണമെന്നാ അതിന്റെ വീട്ടുകാരും പറയുന്നത്. അതുകൊണ്ട് നാളെ തന്നെ പോയി പെണ്ണ് കാണാം. പാവം കുട്ടിയാ. അപ്പം നാളെ തന്നെ പോകാം. അങ്ങനെ പിറ്റേന്നവർ 4 പേരും കൂടി ചേർന്ന് പെൺകുട്ടിയെ കാണാൻ പുറപ്പെട്ടു. പഴമ വിളിച്ചു വന്ന ഒരു 4 കെട്ട് വീടാണ്. എല്ലാവരും നല്ല സന്തോഷത്തിൽ അവരെ സ്വീകരിച്ചു. വരൂ, യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, കുഴപ്പമില്ല ശേഖര, ഇരിക്കൂ. ഇതാണ് പയ്യൻ വിഹാൻ, അധ്യാപകനാണ്. ആ, അപ്പോൾ ഇത് മൂത്തിയാൾ വേദാന്ത്. അല്ല, മോന്റെ ഭാര്യയും കുട്ടികളും? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അതെന്താ, വേണ്ടാന്ന് തോന്നി? ഗൗരവത്തോടെയുള്ള മറുപടി കേട്ട് ശേഖരൻ വേദുവിനെ ഒന്ന് നോക്കി. ശേഖരന്റെ നോട്ടം കണ്ടുടനെ തന്നെ ശ്രീധരൻ പറഞ്ഞു, ഏയ് വേണ്ടെന്ന് വെച്ചതൊന്നുമല്ല. ഇവന് എപ്പോൾ വേണമെങ്കിലും വിവാഹം നടത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇളയവന് 28 വയസ്സ് കഴിയുന്ന മുൻപ് നടന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് വയസ്സ് കഴിഞ്ഞേ പാടുള്ളൂ. അതുകൊണ്ടാ. എനിക്ക് മനസ്സിലാകും. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. ശരി, ആയിക്കോട്ടെ. അപ്പോഴേക്കും കയ്യിൽ ചായയുമായി പെൺകുട്ടി വന്നു. എല്ലാവർക്കും ചായ കൊടുത്ത ശേഷം ഒരു സൈഡിലേക്ക് നിന്നു. ഒറ്റ നോട്ടത്തിൽ ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി. എന്താ പേര്? ശ്രീനിധി. ഏതുവരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. ജോലി ഒന്നും നോക്കിയില്ലേ? 6 മാസം ഒരു ഓഫീസിൽ ജോലിക്ക് പോയതാ. അത് കഴിഞ്ഞു. പിന്നെ ഓരോ ജോലിക്കും അപേക്ഷിക്കുന്നുണ്ട്. ഒരു മോളാണോ? അല്ല, ഇവൾക്ക് താഴെ ഒരു പെൺകുട്ടി കൂടെ, ശ്രീധന്യ. അവൾ ഡിഗ്രി 3rd ഇയർ ആണ്. അപ്പോഴാണ് അവിടേക്ക് ധന്യ വന്നത്. ഒറ്റ നോട്ടത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത് വേദുവിലാണ്. ആ, ഇതാണ് ധന്യ. അപ്പോഴാണ് വേദു തല ഉയർത്തി നോക്കിയ തന്നെ. കണ്ണെടുക്കാതെയുള്ള ധന്യയുടെ നോട്ടം കാണി അവരെ എവിടെ നിന്നൊക്കെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. വേദുവിന്റെ കത്ത് നോട്ടം കണ്ട് ധന്യ ഒന്ന് വിറച്ചുപോയി. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ശേഖരൻ പറഞ്ഞു. ഞാൻ സംസാരിക്കാം. ഉടനടി വേദു പറഞ്ഞു, എടാ, നിനക്ക് പെണ്ണ് കാണാനല്ല വന്നേക്കണേ, ഇവനാ. അപ്പോ ഇവൻ പോട്ടെ. അമ്മ ഒന്നും മിണ്ടാതിരി, ഞാൻ നോക്കിക്കോളാം. എന്റെ ദൈവമേ, ഇങ്ങേരത് കോളമാക്കും. ചേട്ടാ, ഞാൻ പോയി സംസാരിക്കാം, പ്ലീസ്. മിണ്ടാതിരിടാ. അവിടെ നിനക്കിഷ്ടമായി അവളെ? അത് മതി, ബാക്കി ഞാനേറ്റും.
അതും പറഞ്ഞുകൊണ്ട് വേദു എഴുന്നേറ്റു. അപ്പൊ തന്നെ ധന്യയും ചാടിക്കേറി പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ സംസാരിക്കാൻ ഞാൻ വന്നാ പോരെ? ചേച്ചിയുടെ കാര്യങ്ങൾ മുഴുവനും എനിക്കറിയാം. അത് വേണ്ട, ചേച്ചിയുടെ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞാൽ മതി. അനിയത്തി ഇവിടെ നിൽക്ക്. എന്നാ പിന്നെ അത് തിരിച്ചു വാങ്ങിക്കൂടെ? ഇവരുടെ കാര്യം ഇവര് സംസാരിക്കട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന് വട്ടം മേശ സമ്മേളനം നടത്താം. എന്തേ, അത് മതിയോ? എന്റെ ദൈവമേ, ഇങ്ങനെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുവോ? തന്നെ അവര് സംസാരിച്ചട്ടെ, എനിക്ക് ഓക്കെയാണ്. ചെലു ശ്രീനിധി ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൾ വേദുവിന്റെ അടുത്തേക്ക് നടന്നു. അകത്തേക്ക് ഇരിക്കാം. വേണ്ട, പുറത്തേക്ക് മതി. ശരി, വരൂ. വീടിന്റെ സൈഡിലായുള്ള ചെമ്പക മരത്തിന്റെ ചുവട്ടിൽ അവർ രണ്ടുപേരും നിന്നു. ചുറ്റും ചെമ്പക പൂമണം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വേദു അത് ആവോളം ആസ്വദിച്ച് കണ്ണടച്ച് ആ സുഗന്ധം ആസ്വദിച്ച് നിൽക്കുന്ന വേദുവിനെ നോക്കി ശ്രീ വിളിച്ചു, ഏട്ടാ. ആ, എന്തെങ്കിലും കണ്ണടച്ച് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, നല്ല സുഗന്ധം ഈ ചെമ്പകപ്പൂവിന്റെ. എന്റെ മുത്തശ്ശൻ കുട്ടിയായിരിക്കുമ്പോൾ നട്ടതാ. ആണോ? എന്നിട്ട് മുത്തശ്ശൻ എവിടെ? കണ്ടില്ലല്ലോ. മരിച്ചു 3 വർഷമായി. ഓ സോറി. അപ്പോ ഈ ചെമ്പകമരം മുത്തശ്ശന്റെ ഓർമ്മകളാണല്ലേ? ഇതിന് ചോട്ടിൽ വന്നിരുന്ന എനിക്കറിയാൻ പറ്റും എൻ്റെ മുത്തശ്ശന്റെ മനസ്സിനെ. ആണോ? എന്നാ മുത്തശ്ശനോട് ചോദിച്ചേ, എൻ്റെ അനിയനെ ഇഷ്ടമായോന്ന്. അത് മുത്തശ്ശനോടല്ലല്ലോ, എന്നോടല്ലേ ചോദിക്കേണ്ടേ? അവളുടെ മറുപടി കേട്ട് വേദിന്റെ ചുണ്ടിലൊരു ചെറു ചിരി വിരിഞ്ഞു. ഞങ്ങളുടെ ഒരു വലിയ ഫാമിലിയാണ്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എൻ്റെ സ്വഭാവം കാണാൻ ആരും അങ്ങോട്ട് വരാറില്ല. അതെന്താ? എനിക്ക് നല്ല ദേഷ്യം, ചെറിയ കാരണം മതി. അതുകൊണ്ട് ഒരു സംശയം ചോദിക്കട്ടെ, ഇനി അതുകൊണ്ടാണോ വിവാഹം കഴിക്കാത്തത്? ഏയ് അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അത് എന്തേട്ടാ? പുറത്തു പറയാത്ത എന്തെങ്കിലും പ്രശ്നം? ഓ എന്നാ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഏയ് വേറെ ഒന്നും കണ്ടല്ലടോ, എനിക്ക് പേടിയാ എൻ്റെ അമ്മ ഒഴിക്കാൻ മറ്റൊരു പെണ്ണിനെ വിശ്വസിക്കാൻ. അപ്പോൾ എന്നെ വിശ്വാസമില്ലേ? ഏയ് ഇത്രയും നേരം സംസാരിച്ചതിൽ വെച്ച് എനിക്ക് ഉറപ്പായി തന്നെ വിശ്വസിക്കാന്ന്. എന്നാ പറഞ്ഞാ ഞാൻ ആരോടും പറയില്ല. 3 വർഷം മുൻപ് ഞാൻ ബിസിനസ് സംബന്ധമായി യൂറോപ്പിൽ പോയപ്പോൾ എന്നോടൊപ്പം എൻ്റെ PA ഉണ്ടായിരുന്നു, പ്രിയ. അന്ന് എൻ്റെ ബിസിനസ് ഡീൽ എനിക്ക് കിട്ടിയത് കൊണ്ട് ചെറിയൊരു പാർട്ടിയും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് കുടിച്ച് ബോധം പോലും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഞാൻ കണ്ണ് തുറന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബെഡിൽ പ്രിയയും ഉണ്ടായിരുന്നു. ഞാൻ മദ്യലഹരിയിൽ അവളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് അവൾ കുറേ കരഞ്ഞു. ഞാനകെ തകർന്നു പോയി. കൈവിട്ടില്ലെന്നും കൂടെ ഉണ്ടാകുമെന്നും അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് അവൾ എൻ്റെ ഓഫീസിൽ വന്ന് പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കും ഷോക്കായി. എങ്കിലും ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ ഒരു ദിവസം, അത് പറയുമ്പോൾ വേദുവിൻ്റെ കണ്ണും നിറഞ്ഞു, മുഖം വലിഞ്ഞു മുറുകി. ഒരു നിമിഷം അവൾ ഭയത്തോടെ അവനെ നോക്കി. അവളെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അവൾ ആരോടെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. അന്ന് യൂറോപ്പ് ട്രിപ്പിന് ഞങ്ങളോടൊപ്പം എൻ്റെ വിശ്വസ്തൻ കൂടെ ഉണ്ടായിരുന്നു, രാഹുൽ. അവനുമായി അവൾ ഇഷ്ടത്തിലാണ്. അവൻ്റെ കുഞ്ഞാണ് അവൻ്റെ ഉള്ളിലുള്ളത്. അന്ന് മദ്യലഹരിയിൽ ബോധം നഷ്ടപ്പെട്ട എന്നെ റൂമിലെത്തിച്ചത് അവനാണ്. എന്നെ കട്ടിൽ കിടത്തി ആ റൂമിൽ വെച്ച് തന്നെ അവർ രണ്ടുപേരും ഒന്നായ ശേഷം എൻ്റെ ഡ്രസ്സെല്ലാം രാഹുൽ റിമൂവ് ചെയ്തു. എൻ്റെ അടുത്ത് അവൾ കിടന്നു. ആ സമയം അവർ റൂമിൽ നിന്ന് പോയി. അതാണ് അന്ന് അവിടെ നടന്നത്. എന്നിട്ട് സത്യം അറിഞ്ഞപ്പോൾ ഏട്ടൻ എന്താ അവരെ ചെയ്തേ? നല്ല പെട കൊടുത്തു രണ്ടിൻ്റെയും മുഖത്ത്. എന്നിട്ട് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. അവിടെ കുഞ്ഞിനെ ഓർത്ത് മാത്രം അത്രയും മോദിക്കത്, അല്ലെങ്കിൽ കൊന്നേനെ ഞാൻ രണ്ടിനെയും. അല്ല, അവരെന്തിനാ ഏട്ടനോട് അങ്ങനെ ചെയ്തേ? ബിസിനസ്സിൽ ശത്രുക്കൾ ഉണ്ടോ? എൻ്റെ സ്ഥാനം കിട്ടാൻ വേണ്ടി ചെയ്ത രണ്ടും. എന്നിട്ടെന്താ? അതിൽ പിന്നെ അമ്മയല്ലാതെ മറ്റൊരു പെണ്ണിനെയും വിശ്വാസമില്ലാതെയായി. പിന്നെ മദ്യപാനം നിർത്തി വിവാഹം വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ജീവിക്കുന്നു. അതിരിക്കട്ടെ, എൻ്റെ അനിയന് ഇഷ്ടമായോ? എനിക്ക് മറുപടി കിട്ടണം. ഇഷ്ടമായി. എന്നെയോ? തന്നെ കണ്ടൽ ആർക്കും ഇഷ്ടമാവാത്തത്? അതിന് മറുപടി സ്ത്രീയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിൽ വെക്കണം. ആരും അറിയരുത്. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല. അറിഞ്ഞാൽ അവർക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം പറയാഞ്ഞത്. ഇല്ല ഏട്ടാ, ഞാൻ പറയില്ല. പ്രോമിസ്. വേദു സ്ത്രീക്ക് നേരെ കൈ നീട്ടി. പ്രോമിസ്. ശ്രീ തന്റെ വലത് കൈ വേദിന്റെ കൈവിടൽ കമഴ്ത്തി വെച്ചു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആ നിമിഷം മരത്തിലെ ചെമ്പകപ്പൂക്കൾ അവിടെ മേലെ വീണു. അതിലൊന്ന് വേദുവിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വീണു. മുത്തശ്ശിന് സന്തോഷമാണ് ഏട്ടാ അറിയിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ദേഹത്തേക്ക് ഈ പൂ വീണത്. വേദു ഒരു പുഞ്ചിരിയോടെ സ്ത്രീയെ നോക്കി. ഒരു വെളുത്ത ചെമ്പകപ്പൂ പോലെയുള്ള പെണ്ണ് തന്റെ അനിയന് കിട്ടിയ ഭാഗ്യം. പിന്നീട് അവരുടെ സമ്മതം അറിയിച്ച ശേഷമാണ് അവർ പോയത്. ശ്രീയച്ചി, നിങ്ങൾ എന്താ സംസാരിച്ചത്? ഓ അതോ, അത് അയാളുടെ വീടിനെ പറ്റി, വീട്ടുകാരെ പറ്റി, ജോലിയെ പറ്റി, പിന്നെ സ്വഭാവം. വേറെ ഒന്നുമില്ലേ? വേറെ എന്ത്? അല്ല, പുള്ളിയെ പറ്റിയൊന്നും പറഞ്ഞില്ലേ? ഏത് പുള്ളി? ആ കലിപ്പൻ ചേട്ടൻ. അങ്ങനെ പറ്റിയൊന്നും പറഞ്ഞില്ലേ? അതിന് ഞാൻ കെട്ടാൻ പോകുന്നത് ചേട്ടനെയല്ല, അനിയനെയാണ്. അതുകൊണ്ട് അനിയന്റെ കാര്യം മാത്രമേ ഞങ്ങൾ സംസാരിച്ചുള്ളൂ.
പിന്നെ ചേട്ടനൊരു വലിയ ബിസിനസ്സുകാരനാണെന്ന് മാത്രം അറിയാം. ഇടയ്ക്ക് ബിസിനസ് ടൂർ പോകും, അതും ഇന്ത്യക്ക് പുറത്ത്. ആണോ? എന്നാ ഞാനൊന്ന് നോക്കിയാലോ? ആരെ? ചേട്ടനെ? അങ്ങോട്ട് ചെല്ല്. ഞാൻ ചെല്ലും ചേച്ചി, നോക്കിക്കോ. ചെല്ല്. എന്നിട്ട് കിട്ടണത് മേടിച്ചിട്ട് വാ. അങ്ങനെ വിഹാന്റെയും ശ്രീനിധിയുടെയും നിശ്ചയം നടന്നു കഴിഞ്ഞു. പതുക്കെ അവർ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വേദുവിനെ വളയ്ക്കാൻ അനിയത്തി തന്നെ പഠിച്ച പണി 18 നോക്കി. പക്ഷേ വേദു ഒറ്റ നോട്ടത്തിൽ അവളെ അകറ്റി നിർത്തിയെങ്കിലും പിന്മാറാൻ തന്നെ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വിഹാന് ബൈക്ക് ആക്സിഡന്റ് ആകുന്നതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതും. സംഭവം പറഞ്ഞ് വീട്ടുകാർ ഓടിയെത്തി. ഡോക്ടർ, ഞാൻ അവൻ്റെ അച്ഛനാണ്. എൻ്റെ മോൻ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്ക്, അപകടനില തരണം ചെയ്തുവെങ്കിലും പൂർണ്ണമായി രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ആക്സിഡന്റിൽ വിഹാന്റെ നെഞ്ചിനുള്ളിൽ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല വേദന വരും. അതുകൊണ്ട് ഹാർഡ് വർക്കുകൾ ഒഴിവാക്കണം, നല്ല റെസ്റ്റ് വേണം. പിന്നെ ഹാർട്ടിന് പ്രശ്നമുള്ളത് കൊണ്ടും എന്തും നേരിടാനുള്ള കരുതൽ നിങ്ങൾക്ക് എപ്പോഴും വേണം. ഡോക്ടർ പറഞ്ഞു വരുന്നത് അത് വിഹാന്റെ ഹൃദയം എപ്പോൾ വേണമെങ്കിലും നിന്നു പോകും. ആ സമയത്ത് എന്തും നേരിടാനുള്ള ശക്തി നിങ്ങൾ ഇപ്പോഴേ കരുതണം. അയ്യോ ഡോക്ടർ, എൻ്റെ മോൻ, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എല്ലാം കേട്ട് കഴിഞ്ഞതും ആ അച്ഛനും അമ്മയും ആകെ തകർന്നു പോയി. കുറച്ചപ്പുറത്തായി കസലിരിക്കുന്ന വേദം എല്ലാം കിട്ടി മരവിച്ച അവസ്ഥയിലാണ്. ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വിഹാൻ വീട്ടിലെത്തിയ ശേഷം വിഹാൻ ആകെ മാറി. ആരോടും സംസാരമില്ല. മുറിക്കുള്ളിൽ അടച്ചുപൂട്ടി ഇരിപ്പായിരുന്നു. ഒരു ദിവസം, ബിച്ചു, എന്തേട്ടാ നീ എന്താ മോനെ താഴത്തേക്ക് വരാതെ മുറിക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തു പറ്റി? ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് വിവാഹം വേണ്ട ബിച്ചു, എനിക്ക് വേണ്ട ഏട്ടാ. എത്ര നാൾ ഞാൻ ജീവിക്കും? എപ്പോഴാണെങ്കിലും ഞാൻ വിട പറയും. ഇനി ശ്രീനിധിയുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ എനിക്ക് വയ്യ, സമ്മതിക്കില്ല ഞാൻ. അതുകൊണ്ട് അവരെ വിളിച്ച് പറഞ്ഞേക്ക് എനിക്ക് വിവാഹം വേണ്ടെന്ന്. പറയാം. അങ്ങനെ പിറ്റേന്ന് വിഹാൻ ഒഴുകി എല്ലാവരും ശ്രീനിധിയുടെ വീട്ടിലെത്തി. അല്ല, ഇതാരൊക്കെയാ വന്നേക്കണേ? അകത്തേക്ക് വരൂ. ഒരു പുഞ്ചിരിയോടെ ശേഖരൻ അകത്തേക്ക് ക്ഷണിച്ചു. ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ, പറഞ്ഞോളൂ. ഈ കല്യാണം നടക്കില്ല. ശ്രീധരൻ പറയുന്നത് കേട്ട് ശേഖരൻ തറഞ്ഞു നിന്നു. എന്താ ഈ പറയണേ? കല്യാണം നടക്കില്ലെന്നോ? അതിന് മാത്രം എന്താ ഉണ്ടായത്? ശ്രീധരൻ ഉണ്ടായ സംഭവം മുഴുവനും പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശേഖരനും കുടുംബവും ആകെ വിഷമത്തിലായി. അല്ല, ശ്രീനിധി എവിടെ? അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? എല്ലാവരോടും പറഞ്ഞ സ്ഥിതിക്ക് കല്യാണം മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് കരുതും? മാത്രമല്ല, നിശ്ചയം കഴിഞ്ഞ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും ഒരാണ് തയ്യാറാകുമോ? വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ശേഖര. അവൻ തന്നെയാ പറഞ്ഞത് ഒരു പെണ്ണിന്റെ ജീവിതം കൂടി ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ മോളോട് പറയാം, ബാക്കി അവൾ തീരുമാനിക്കട്ടെ. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അന്ന് രാത്രി ശേഖരൻ ഫോണിൽ വിളിച്ചു. ഹലോ ശേഖര, എന്തായി? മോളോട് പറഞ്ഞോ? ശ്രീധര, മോൾക്ക് സമ്മതമാണ്. അവൾക്ക് വിഹാനെ മാത്രം മതി എന്നാ പറയണേ. വേണ്ട ശേഖര, മോളെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇത് ശരിയാവില്ല. ഞാൻ പറഞ്ഞു, അവൾ അനുസരിക്കുന്നില്ല. ഇത് നടത്തണമെന്നാ പറയണേ. ശ്രീധരൻ ഫോൺ കട്ട് ചെയ്തു. ഗൗരി, ശ്രീമോൾക്ക് ഈ വിവാഹം മതിയെന്നാ പറയണേ. വേണ്ട അച്ഛാ, ഞാൻ സമ്മതിക്കില്ല. അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ ഒരു ജന്മം മുഴുവനും കരയേണ്ടി വരും അവള്. മോനെ, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടും മോള് സമ്മതിക്കുന്നില്ല. ഒരു പക്ഷേ നിനക്ക് വിധിച്ചത് ഇങ്ങനെയായിരിക്കും. നടത്താതെ വേറെ നിവൃത്തിയില്ല. അച്ഛാ. ബിച്ചു, ഇപ്പോ അവളായിട്ട് സമ്മതിച്ചു. അപ്പോ ഇത് നടത്തുന്നതന്നെയല്ലേ നല്ലത്? വേണ്ടെന്ന് വെക്കേണ്ട, നമുക്ക് നടത്താം. നിനക്കൊന്നും സംഭവിക്കില്ല.